അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ച് തകർത്തു. പൈലറ്റുമാർക്ക് സുരക്ഷ വന്നിരുന്ന 2 ഹെലികോപ്റ്ററുകൾക്ക് നേരെ വെടിവെപ്പ് നടന്നിരിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. മധ്യ ഇറാനിൽ F-15 യുദ്ധവിമാനം തകരുകയും പൈലറ്റിനെ കാണാതാവുകയും ചെയ്തത് അമേരിക്ക സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിനോട് ചേർന്ന് F-10 യുദ്ധവിമാനം, വാർ തോക്ക് വിമാനം, അതോടൊപ്പം തന്നെ നിരീക്ഷണ പറക്കൽ നടത്തിയിരിക്കുന്ന ഡ്രോണുകൾ ഇവ തകർന്നതായിരിക്കുന്ന വിവരവും അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 5 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടതായിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. റെജീം ചേഞ്ചിന് വേണ്ടി വന്ന അമേരിക്ക ഇപ്പോൾ പൈലറ്റുമാർക്ക് വേണ്ടി യാചിക്കുകയാണെന്ന് ഇറാൻ സ്പീക്കർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. അത് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യം തകർന്നിട്ടില്ലെന്നും സൈനിക സംവിധാനമോ ഭരണകൂടമോ സായുധ സംവിധാനത്തിനോ യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ലെന്നും തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ ആവർത്തിക്കുകയും ചെയ്തു. പൈലറ്റിനെ പിടികൂടുന്നവർക്ക് $76,000 ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു. അതായത് മധ്യ ഇറാനിലെ F-15 യുദ്ധവിമാനത്തിൽപ്പെട്ട ഒരു പൈലറ്റിനെയാണ് കാണാതായത്. ഒരു പൈലറ്റിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഈ പൈലറ്റിനെ ഇറാൻ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഡോളറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഈ സംശയം ഉണ്ടാവാൻ വേണ്ടി അല്ലെങ്കിൽ അമേരിക്ക വീണ്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്ന സമയത്ത് അവരുടെ ഹെലികോപ്റ്ററിനെയും വിമാനത്തെയും വെടിവെച്ചിടാനുള്ളൊരു തന്ത്രമാണ് ഇറാൻ പ്രയോഗിക്കുന്നത് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ബഹ്റൈനിൽ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വന്നതാണ്. അതായത് ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്ര പാതയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹ്റൈൻ UN കൊണ്ടുവരുന്ന പ്രമേയം ചൈനയും റഷ്യയും എതിർത്തതോടുകൂടി വോട്ടെടുപ്പ് അത് മാറ്റിവെച്ചു. ചില തിരുത്തലുകൾ നിർബന്ധമായും അതിനാവശ്യമുണ്ട്. കാര്യമെന്ന് പറഞ്ഞാൽ ഹോർമുസ് കടൽ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഭാഗമാകുന്ന സമയത്ത് അതിലെങ്ങനെയാണ് UN അധികാരം ഉണ്ടാവുക, അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അത് ഒരു സ്വതന്ത്ര പാതയാക്കാൻ ആവശ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് അത് തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ്. അതിൻ്റെ കാര്യം അവർ പറയുന്നത് എല്ലാ രാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന കടലിന് നേരെയും ഭാവിയിൽ ഇങ്ങനത്തെ ഒരു വിഷയം വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഇത് ആലോചിച്ച് ചെയ്യണമെന്നാണ് ചൈനയും റഷ്യയും പറഞ്ഞത്. അതോടുകൂടി വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അടുത്ത ആഴ്ചയിലേക്കോ മറ്റൊരു ദിവസത്തേക്കോ മാറ്റിവെച്ചായിരിക്കുന്ന പ്രസ്താവന പുറത്തു വന്നു. ഇറാൻ്റെ ഡിഫൻസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചർച്ച. അതിൽ പറഞ്ഞ അമേരിക്ക ലോകരാജ്യങ്ങളോട് നുണ പറയുകയാണ്, നുണപ്രചാരണം നടത്തുകയാണ്. ഗീബൽസിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള നുണപ്രചാരണമാണ് നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അപ്പാടെ തങ്ങൾ തകർത്തിരിക്കുന്നു. അവർക്ക് തങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഇറാൻ്റെ ആകാശമുള്ളത്. ആകാശ നിരീക്ഷണം, ആകാശവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്നൊക്കെയാണ് അവർ അവകാശപ്പെട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവം നോക്കുന്ന സമയത്ത് അവരുടെ ഈ ഇറാൻ്റെ എയർ ഡിഫൻസ് മേഖല പൂർവാധികം ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അവർ ഒരുപാട് ഈ ഇറാൻ്റെ സൈനിക ബേസുകൾ, സൈനിക എയർപോർട്ടുകൾ, അവരുടെ ആയുധ ഫാക്ടറികൾ, ആയുധ സംവിധാനങ്ങൾ ഇതെല്ലാം തകർക്കപ്പെട്ടു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഈ ഇറാൻ്റെ ഈ അമേരിക്കയുടെ ഇൻ്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് നമ്മൾ തകർക്കുകയും അല്ലെങ്കിൽ നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന അത്രയും സംഭവങ്ങളിൽ നല്ലൊരു ശതമാനവും അത് ഡ്യൂപ്ലിക്കേറ്റ് ബങ്കറുകളും എയർപോർട്ടുകളുമാണ്. ആ തരത്തിൽ അവർ നിർമ്മാണ പ്രവർത്തികൾ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുകയും അമേരിക്കയെ തെറ്റിദ്ധരിപ്പിക്കുകയും അമേരിക്കയെ ശക്തമായിരിക്കുന്ന വിലപിടിപ്പുള്ള ബോംബിൽ അവിടെ ഇട്ട് കൊണ്ടുപോയിട്ട് പൊട്ടിക്കുകയും ചെയ്ത് കൂടുതലും മരുഭൂ പ്രദേശത്ത് ആളൊഴിഞ്ഞ പ്രദേശത്തുള്ള രഹസ്യ സങ്കേതം എന്ന തരത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്. അതിൽ ആകാശ നിരീക്ഷണം നടത്തുന്ന സമയത്ത് വളരെ കൃത്യതയോട് കൂടിയിട്ട് ആളുകൾ പോകുന്നതും വരുന്നതും ഒക്കെ ഈ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. ആയുധങ്ങൾ, ഈ യുദ്ധവിമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട അമേരിക്കയ്ക്ക് തെറ്റുപറ്റി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നശിപ്പിക്കപ്പെട്ടത് എല്ലാം ഇറാൻ്റെ ആയുധ സംവിധാനമാണ് എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പൈലറ്റിനെ കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലിനിടയിലാണ് 2 ഹെലികോപ്റ്ററിന് വെടിയേറ്റതെന്ന് പറയുന്നു. എന്നാൽ ഒരു ഹെലികോപ്റ്റർ അപ്പാടെ തന്നെ കത്തി അമർന്നിട്ടുണ്ട്. ഒരു ഹെലികോപ്റ്ററാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. അമേരിക്കയിലെ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് വെടികൊണ്ടിട്ടുണ്ട് ഹെലികോപ്റ്ററിന്. 2 ഹെലികോപ്റ്ററിന് സുരക്ഷിതമായ രീതിയിൽ വന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. കുവൈത്തിൽ നിന്നാണ് പുറപ്പെട്ടത് എന്ന് പറയുന്നു.
അപ്പോൾ അതോടനുബന്ധിച്ച് ലെബനാനിലെ ബക്കാം പാലം ഇസ്രായേൽ തകർത്ത റിപ്പോർട്ട് പുറത്തു വന്നു. അതിന് തിരിച്ചടി എന്ന് പറഞ്ഞ പോലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലുള്ള ഒരു പാലം തകർക്കപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ്. അഥവാ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും യാഥാർത്ഥ്യമല്ലെന്നും അവരുടെ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന് പറയുക F-15 എന്ന് പറയുക F-35 എന്ന് പറയുന്ന 5th ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട വിമാനമാണ്. അത് ശക്തമാണ്. അത് യഥാർത്ഥത്തിൽ റഡാറിൻ്റെ നിരീക്ഷണത്തെ വെട്ടിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലാണ് അതിൻ്റെ നിർമ്മാണ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് റഡാറിൽ പോലും കുടുങ്ങാത്ത വിധം രാജ്യത്ത് ആക്രമണം നടത്തുന്ന ഒരു യുദ്ധവിമാനത്തെ ഇറാൻ പോലെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെ തകർക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ലോകത്തിൻ്റെ അത്ഭുതമാണ്. അപ്പോൾ ഇറാൻ മുൻപേ പറഞ്ഞു വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും നിങ്ങൾ മനസ്സിലാക്കിയോ നിങ്ങൾക്ക് അറിയാനോ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഇത്രയും കാലത്ത് തങ്ങൾ എടുക്കാത്ത ഒരുപാട് ആയുധങ്ങൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ പുറത്തെടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഈ സൂക്ഷിക്കപ്പെട്ട മേഖല, പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് വലിയ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ട് അത് സൂക്ഷിക്കപ്പെടുന്ന സമയത്ത് മണ്ണിനെ പോലെയാണ് അവരുടെ പെയിൻറ്റുകൾ പോലും വരുന്നത്. അതിനെ കവർ ചെയ്തതും മണ്ണിൻ്റെ അടയാളത്തിലുള്ളതാണ് എന്നതിനാൽ പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ ആ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ എവിടേക്കാണ് ആക്രമണം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ തന്നെ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷനാണ്. ഇപ്പോൾ 48 മണിക്കൂർ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒമാൻ വഴി തങ്ങൾ സമീപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഒമാൻ അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്, ഒമാൻ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ്. എന്നാൽ അത് ഇറാൻ തള്ളിക്കളിക്കുകയാണ്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ സംസാരിക്കേണ്ടത്, നമ്മൾ യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, യുദ്ധത്തിന് വരും, നമ്മൾ നോക്കാം. ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വരുന്ന സൈനികർക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ ബോഡി കൊണ്ടുപോകാനുള്ള സംവിധാന കാര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് തയ്യാറെടുത്ത് കണ്ട് വരികയാണ് വേണ്ടത്. എല്ലാവരുടെ സ്വീകരണവും നിങ്ങൾക്ക് ഇവിടെ വെച്ച് നൽകുന്നതാണ്. ഞങ്ങൾ അതിനെല്ലാം തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള പ്രതികരണമാണ്. ഇപ്പോൾ ഇറാൻ്റെ സ്പീക്കറാണ് ഇപ്പോൾ ശക്തമായ രീതിയിലൊക്കെ പ്രതികരിക്കുന്നത്. ഈ മധ്യസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും മിതവാദികളായിരിക്കുന്ന ആളുകളെല്ലാം അമേരിക്ക കൊന്നുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ സംയുക്തമായി കൊന്നിട്ടുണ്ട്. സാധാരണഗതി അവർ ചെയ്യാറുള്ളതാണ്. രണ്ടാം ഘട്ടം യുവനിരയായിട്ടാണ് വരിക. യുവനിരയെ സംബന്ധിച്ചിടത്തോളം മിതത്വത്തിൽ നിന്ന് കുറച്ചും കൂടി തീവ്രമായിട്ട് ചിന്തിക്കുന്നവരാണ്. അവർ യുദ്ധം ചെയ്യണമെന്നുള്ളതും ഇസ്രായേലിനെ അമേരിക്ക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകണമെങ്കിൽ അത് തയ്യാറാണ് എന്ന് പറഞ്ഞു വരുന്ന യുവ വിഭാഗത്തിനോട് ഒരു മധ്യസ്ഥർച്ചയ്ക്ക് പോയിട്ട് കാര്യമില്ല, അതിനോട് തയ്യാറാവുകയില്ല. ഈ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ വല്ലാത്ത രീതിയിൽ പിടികൂടിയിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ചത് അവരെ വല്ലാത്ത രീതിയിൽ പിടികൂടിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിജീവിക്കാൻ വേണ്ടി യാതൊരു കാര്യം ഇവർക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ചാലുകാർക്ക് മുമ്പിൽ വരുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലേക്ക് നിലവിലെ സാഹചര്യം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതിനെങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഐഡിയ പോലും ഉണ്ടാവാത്ത സ്ഥിതിയാണ്. ഏറെക്കുറെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവർ വല്ലപ്പോഴും ഒക്കെ ഒരു ആക്രമണം നടത്തുക മാത്രമല്ല, ഇറാനിൽ നിന്ന് ആയിട്ട് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. കാര്യം അവരും പതുങ്ങിയിരിക്കുന്നു, അവരും ഒതുങ്ങിയിരിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിൽ അതിജീവിച്ചുകൊണ്ട് കൂടുതൽ പ്രഹരം ഏറ്റുവാങ്ങാനുള്ള ശേഷി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇല്ലാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യ കാര്യം. അവിടെ സർവ്വ മേഖലയും തകർന്നിരിക്കുന്നു. ജനങ്ങൾ തെരുവിലാണ്. അവർ പ്രക്ഷോഭവും അവർ യുദ്ധവിരുദ്ധ റാലി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഇറാൻ്റെ അകത്ത് പ്രക്ഷോഭം നടത്തി അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് പുറകിലുണ്ട് എന്ന് പറഞ്ഞ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തുണ്ടാകുന്ന പ്രക്ഷോഭം സമരത്തെയും ഒതുക്കാൻ വേണ്ടി സാധിക്കാതെ പ്രയാസപ്പെടുകയാണ്. ഇപ്പോൾ ഇതിന് അനുസരിച്ച് ഒരു പാർലമെൻറ്റ് അംഗം, ഇറാൻ്റെ പാർലമെൻറ്റ് അംഗം ചോദിക്കപ്പെട്ട വളരെ പ്രസക്തമായിരിക്കും ചോദ്യം. ഇപ്പോൾ ഇസ്രായേലും വലിയ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ രാജ്യത്ത് പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഉണ്ടോ? ഒതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈന്യത്തെ അയക്കാൻ വേണ്ടി തയ്യാറാണ്. നിങ്ങളുടെ ജൂത വിഭാഗങ്ങൾ ഒതുങ്ങുന്നില്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈന്യം തയ്യാറാണ്. വേണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങളത് ഒതുക്കിത്തരാം, നിങ്ങൾക്ക് കാണണോ, അല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ സഹായം ചോദിച്ചോളൂ, ഞങ്ങൾ തയ്യാറാണ് എന്ന് കൂടിയാണ് പറഞ്ഞത്. അഥവാ ഇസ്രായേലിൻ്റെ അകത്തുണ്ടാകുന്ന ജൂത വിഭാഗത്തിൻ്റെയും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെയും അടിച്ചൊതുക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കുന്നില്ലെങ്കിൽ ഇറാൻ അത് സാധിക്കും, ഞങ്ങൾ തെളിയിച്ചാണ്, ഞങ്ങൾ നിങ്ങളുടെ ഭൂമിയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം നാണക്കേടാണ് ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ
തെളിവായിട്ട് ഇത് ശേഷിക്കുകയാണ്, ദൃഷ്ടാന്തമായിട്ട് ശേഷിക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആ രാജ്യത്ത് എന്തൊക്കെയായിരുന്നോ ഉദ്ദേശിച്ചത്, ഇറാനിൽ എന്തൊക്കെയാണോ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശ കാര്യങ്ങളൊക്കെ തിരിച്ചടി എന്നോണം ഉൾട്ട എന്ന പോലെ അവരുടെ രാജ്യത്ത് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ വിഷയം അവിടുത്തെ പ്രധാനമന്ത്രിയെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന വിഭാഗങ്ങളുടെ എണ്ണവും ഇസ്രായേലിനകത്ത് കൂടി വരുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ റിജീം ചേഞ്ച് വരിക ഇസ്രായേലും അമേരിക്കയിലെയും ആണ് എന്നുകൂടി നമുക്ക് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.